മകയിരം, തിരുവാതിര, പുണർദം, ഉത്രം, അത്തം, ചിത്തിര, അവിട്ടം, ചതയം, പൂരുരുട്ടാതി എന്നിങ്ങനെയുള്ള 9 നക്ഷത്രത്തിൽ പിറന്നിട്ടുള്ള വ്യക്തികൾക്ക് ജൂൺ 29-ാം തീയതി ഞായറാഴ്ച ജ്യോതിഷ ഫലപ്രകാരം നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങൾ വാക്കുകൾക്കും അതീതമാണ്. അതായത് നിങ്ങൾ ജീവിതത്തിൽ പല സാഹചര്യങ്ങളെപ്പറ്റിയും പലപ്പോഴും കണക്ക് കൂട്ടലുകൾ വച്ചിട്ടുണ്ടാകും. അതായത് ഈ സമയത്ത് ചിലപ്പോൾ അത് നടക്കുമെന്നും അതുപോലെ തന്നെ ചില കാര്യങ്ങൾ നടന്നിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നും എല്ലാം പലപ്പോഴും നിങ്ങൾ മനസ്സിൽ കരുതി കൂട്ടുന്നുണ്ടാകും. എന്നാൽ ശരിക്കും സംഭവിക്കുന്നതാകട്ടെ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളുമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ വ്യത്യസ്തമായ ചില കാര്യങ്ങൾ ഈ ഒരു ദിവസം വന്നു ചേരുവാൻ കാരണമാകുന്നത് സൂര്യൻ്റെ അനുഗ്രഹഭാവം നിങ്ങളിൽ വളരെയധികം ഈ ഒരു ദിവസം നിലനിൽക്കുന്നതിനാലാണ്. ജ്യോതിഷ ഫലപ്രകാരം നോക്കുമ്പോൾ സൂര്യഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്ന മനുഷ്യരിൽ സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങൾ അത്രയേറെ മാറ്റേറിയവയായിരിക്കും. അപ്രകാരം നോക്കുമ്പോൾ ഈ 9 നക്ഷത്രക്കാരായിട്ടുള്ള 3 രാശിയിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും ജൂൺ 29-ാം തീയതി ഞായറാഴ്ച സംഭവിക്കുവാൻ പോകുന്ന പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ 9 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളിലേക്കും സൂര്യഭഗവാന്റെ അനുഗ്രഹഭാവം സിദ്ധിക്കുന്ന ഈ ഭാഗ്യസമയം അറിയപ്പെടുന്നത് തന്നെ ആദിത്യ രാജയോഗം എന്നാണ്. ഇതിൽ ആദ്യമായി സൂര്യൻ അനുഗ്രഹഭാവത്തിൽ വരുന്നതിനാൽ ജൂൺ 29-ാം തീയതി ശനിയാഴ്ച അതിവിശേഷമായ ചില അനുഭവങ്ങൾ ജീവിതത്തിൽ ലഭിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് മകയിരം, തിരുവാതിര, പുണർദം വരുന്ന മിഥുനം രാശിക്കാരാണ്. ഇതുവരെയുള്ള ജീവിതത്തിൽ എപ്പോഴും കഷ്ടതകളും സങ്കടങ്ങളും മാത്രമേ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളൂ എങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള സമയമാണ്. അതായത് നിങ്ങൾ ഓരോ ദിവസവും ഉറങ്ങി എഴുന്നേറ്റ് കണ്ണ് തുറന്നു വരുന്നത് തന്നെ ജീവിതത്തിലെ പ്രതിസന്ധികളെപ്പറ്റി ചിന്തിച്ച് വ്യാകുലതയോടെയാണ്. കാരണം ഇതുവരെയുള്ള ജീവിതം നിങ്ങളെ അത്രയേറെ തളർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. മുൻപൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ആത്മവിശ്വാസം പകരുകയും ജീവിതത്തെ എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകുവാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളിലുള്ള ആത്മവിശ്വാസം പോലും നഷ്ടപ്പെട്ട അവസ്ഥയിലൂടെയാണ് പല വ്യക്തികളും കടന്നു പോകുന്നത്. അതായത് നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിച്ചതും നേടിയെടുക്കുവാൻ കഴിയുമെന്ന് മനസ്സിൽ തീരുമാനിച്ച് ഉറപ്പിച്ചിരുന്നതുമായ പല കാര്യങ്ങളും കൈവിട്ടു പോയ അനുഭവങ്ങളാണ് കൂടുതലും നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. സ്വന്തം ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പുറമെ വളരെയധികം സാമ്പത്തിക തടസ്സങ്ങളും കാര്യ തടസ്സങ്ങളും മകയിരം, തിരുവാതിര, പുണർദം വരുന്ന മിഥുനം രാശിക്കാരെ അത്രയധികം അലട്ടുന്നുണ്ട്. ഇപ്പോൾ സ്വന്തം കുടുംബത്തിൽ നിന്നും പ്രിയപ്പെട്ടവരിൽ നിന്നും വരെ നിങ്ങൾക്ക് കുത്തുവാക്കുകളും പരിഹാസ ചിരികളുമാണ് ഏൽക്കേണ്ടി വരുന്നത്. എന്നാൽ നിങ്ങൾ ജീവിതത്തിൽ തോൽവികൾ പല വിധത്തിലും നേരിട്ടിട്ടുള്ളവരാണെങ്കിലും നിങ്ങളുടെ ഇനിയുള്ള ജീവിതത്തിന് കൈത്താങ്ങാകുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളാണ് ഇനി സംഭവിക്കുവാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഈ ജൂൺ 29-ാം തീയതി ഞായറാഴ്ച എന്ന് പറയുന്നത് മകയിരം, തിരുവാതിര, പുണർദം വരുന്ന നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് മനസ്സിന് എന്തെന്നില്ലാത്ത സന്തോഷം നൽകുന്ന തരത്തിലുള്ള ചില അനുഭവങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് ഫലത്തിൽ വ്യക്തമാണ്. അതുപോലെ തന്നെ
സൂര്യഭഗവാന്റെ കടാക്ഷം നിങ്ങളിൽ വളരെയധികമായി വന്നു ചേരുന്ന ഈ ഒരു സമയത്ത് മിഥുനം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട ഏറ്റവും മികച്ച ചില കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും. പ്രത്യേകിച്ച് ജോലിയിൽ ഒരു സ്ഥാനക്കയറ്റം ആഗ്രഹിക്കുന്നവർക്കും ജോലിയില്ലാതെ പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്കുമൊക്കെ ഇത് ഏറ്റവും ഗുണകരമായ സമയമായിരിക്കും. നിങ്ങളുടെ ശ്രമമുണ്ടെങ്കിൽ ഇതെല്ലാം ഒരു വിജയത്തിലേക്ക് എത്തുവാൻ പോകുന്നു എന്നുള്ള കാര്യം തീർച്ചയാണ്. അതോടൊപ്പം തന്നെ ഈ ജൂൺ 29 തീയതി ഞായറാഴ്ച വളരെ അപ്രതീക്ഷിതമായി കുറച്ച് തുക പല വ്യക്തികളുടെയും കൈകളിലേക്ക് വന്നു ചേരുന്ന തരത്തിലുള്ള അനുഭവങ്ങളും ഉണ്ടാകുവാൻ പോകുന്നതുമായി ഫലത്തിൽ കാണുന്നു. ഇനി നിങ്ങളുടെ ആരോഗ്യസ്ഥിതിയെപ്പറ്റി പറയുവാനാണെങ്കിൽ രോഗാവസ്ഥകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നവർക്ക് വരെ വളരെ മികച്ച ആരോഗ്യസ്ഥിതി കൈവരിക്കുവാനുള്ള മഹാഭാഗ്യവും ഈ ഒരു സമയത്ത് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും നിങ്ങളുടെ ജീവിതത്തിലെ പരീക്ഷണങ്ങൾക്ക് അറുതി വരികയും നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പകുതി പ്രശ്നങ്ങളും നിങ്ങളെ വിട്ട് അകന്ന് നിങ്ങൾക്ക് പ്രശ്നപരിഹാരം കാണുവാൻ കഴിയുന്ന തരത്തിലുള്ള അനുഭവങ്ങളുമായിരിക്കും ഈ ഒരു ഭാഗ്യസമയത്ത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് എന്നുള്ളത് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക. ഇനി രണ്ടാമതായി ജൂൺ 29 തീയതി ഞായറാഴ്ച സൂര്യൻ അനുഗ്രഹഭാവത്തിൽ വരുന്നതിനാൽ വളരെയധികം മാറ്റങ്ങൾ ഗുണകരമായ രീതിയിൽ തന്നെ ജീവിതത്തിൽ കാണുവാനുള്ള യോഗം സിദ്ധിച്ചിരിക്കുന്ന രാശിക്കാരായി വരുന്നത് ഉത്രം, അത്തം, ചിത്തിര വരുന്ന കന്നിരാശിക്കാരാണ്. ഈ ഉത്രം, അത്തം, ചിത്തിര വരുന്ന കന്നിരാശിയിൽ പിറന്ന 3 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളെ പറ്റിയും പറയുവാനാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തെപ്പറ്റി ഒരുപാട് സ്വപ്നങ്ങളും വളരെ വലിയ രീതിയിലുള്ള കാഴ്ചപ്പാടുകളും ഉള്ളവരാണ്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നടന്നിട്ടുള്ളതിൽ 100-ൽ 90% കാര്യങ്ങളും പല വ്യക്തികൾക്കും ദുഃഖങ്ങൾ മാത്രമാണ് സമ്മാനിച്ചിരിക്കുന്നത്. പല സമയങ്ങളിലും ഇനിയെങ്കിലും ജീവിതം ശരിയായ രീതിയിൽ മുന്നോട്ട് പോകും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിലും പരീക്ഷണങ്ങളൊന്നും നിങ്ങളെ വിട്ടുപോയിട്ടില്ല. ആഴ്ചയിൽ എല്ലാ ദിവസവും കഠിനാധ്വാനം ചെയ്താൽ പോലും അവസാനം ഒന്നും തന്നെ നിങ്ങളുടെ കയ്യിൽ നിൽക്കാത്ത അവസ്ഥയാണ് പല വ്യക്തികളും അനുഭവിക്കുന്നത്. ഇനി പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഉത്രം, അത്തം, ചിത്തിര വരുന്ന കന്നിരാശിയിൽ പിറന്ന ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് വളരെയധികം തകർച്ചയുടെ അനുഭവത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ചില വ്യക്തികളെ പറ്റിയാണ്. അതായത് വീട്ടിലുള്ളവർക്ക് എപ്പോഴും മാറി മാറി രോഗങ്ങളാണ്. നല്ല രീതിയിൽ ജോലിക്ക് പോകുവാൻ കഴിയുന്നില്ല. നല്ല രീതിയിൽ അധ്വാനിക്കുന്ന പണമൊന്നും സ്വരുക്കൂട്ടുവാൻ കഴിയുന്നില്ല. മനസമാധാനം ഇല്ല എന്ന് തന്നെ പറയാം. ഇനി നിങ്ങളുടെ സാമ്പത്തിക മേഖലയിലേക്ക് വരുമ്പോഴും ഒരു മേൽഗതിയില്ലാത്ത അവസ്ഥ തന്നെയാണ് നിലനിൽക്കുന്നത്. എന്നാൽ ഈ സൂര്യൻ്റെ ഗുണഭാവം കൊണ്ട് നിങ്ങൾക്ക് സിദ്ധിക്കുന്ന ഈ ആദിത്യ രാജയോഗം നിങ്ങൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരവും നിങ്ങളുടെ മുൻപിൽ തെളിഞ്ഞു വരുവാൻ ഇടയാക്കും. അതായത് ഇരുൾ മൂടിക്കിടന്നിരുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വെളിച്ചം പകരുന്ന അനുഭവം തന്നെയായിരിക്കും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ കന്നിരാശിയിൽ പിറന്ന ചില വ്യക്തികൾ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ കൊണ്ട് ഭാര്യ ഭർത്തൃബന്ധം പോലും നല്ല രീതിയിൽ കൊണ്ടുപോകുവാൻ കഴിയാതെ ഇനി ഒരുമിച്ചുള്ള ജീവിതം തന്നെ സാധ്യമാകുമോ എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. അതുമാത്രമല്ല, നിങ്ങളുടെ മക്കളുടെ ഭാവി എന്താകും എന്ന് പോലും ചിന്തിച്ച് നിങ്ങൾ വളരെ ഭയത്തോടെയാണ് ഓരോ നിമിഷവും ജീവിതം തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത്രയും തകർച്ചയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിന്
ഒരു ശുഭകരമായ മാറ്റം വന്നു ചേരുവാൻ പോകുന്ന സമയമാണ് ഇത്. നിങ്ങൾ മറ്റൊരു വ്യക്തി പോലും അറിയാതെ ഈശ്വരനോട് മനസ്സുരുകി പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്ന ചില കാര്യങ്ങൾ കന്നിരാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനയുടെ മറുപടി എന്നോണം ഫലം കാണുന്ന ദിവസങ്ങളായിരിക്കും ഇനി വരുവാൻ പോകുന്നത്. മാത്രമല്ല, ഈ ജൂൺ 29 ഞായറാഴ്ച എന്ന് പറയുന്നത് കന്നിരാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിന് ഏറ്റവും ഉത്തമമായ സമയമാണ്. ചെയ്യുന്ന എന്തൊരു കാര്യമാണെങ്കിലും നിങ്ങളിൽ ഭാഗ്യത്തിൻ്റെ തുണ വളരെയധികമായിരിക്കും. മാത്രമല്ല, ഈ ഒരു ദിവസം നിങ്ങൾക്ക് മാനസികമായി സന്തോഷവും സമാധാനവും ലഭിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ ചെയ്യുവാനും നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ചില വ്യക്തികളെ കാണുവാനുമുള്ള യോഗവും നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആരോഗ്യസ്ഥിതിയും ഏറ്റവും മികച്ച രീതിയിൽ തന്നെയായിരിക്കും ഈ ഒരു ദിവസം ഉണ്ടായിരിക്കുന്നത്. അതിനാൽ തന്നെ ജീവിതത്തിൽ എത്ര വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കന്നിരാശിയിൽ പിറന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിലും ആത്മവിശ്വാസം കൈവിടാതെ നിങ്ങൾ മുന്നോട്ട് പോവുക. തീർച്ചയായും ജീവിതത്തിൽ ഗുണകരമായ ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഇനി മൂന്നാമതായി സൂര്യഭഗവാന്റെ കടാക്ഷം വളരെയധികം സിദ്ധിക്കുന്നതിനാൽ ജൂൺ 29 ഞായറാഴ്ച വളരെ ശുഭകരമായിട്ടുള്ള പല നേട്ടങ്ങളും ജീവിതത്തിൽ കരസ്ഥമാക്കുവാനുള്ള യോഗം നിലനിൽക്കുന്ന രാശിക്കാരായി വരുന്നത് അവിട്ടം, ചതയം, പൂരുരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരാണ്. ഈ കുംഭം രാശിക്കാരായിട്ടുള്ള 3 നക്ഷത്രക്കാരുടെയും ജീവിതം എടുത്തു നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി നിങ്ങളുടെ ജീവിതത്തിൽ മനസമാധാനം എന്താണെന്നുള്ളത് പോലും നിങ്ങൾക്ക് അറിയുവാൻ കഴിയാത്ത തരത്തിലുള്ള സാഹചര്യങ്ങളാണ് നിലനിൽക്കുന്നത്. അതായത് എപ്പോഴും സങ്കടങ്ങളാണ്. ഒന്നിനൊന്ന് മാറി മാറി ഓരോ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു നിമിഷം പോലും ഓരോ കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ച് തല പുകയ്ക്കാതെ ഇരിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ ഇപ്പോൾ ഇന്നത്തെ അധ്യായം കാണുന്ന ഭൂരിഭാഗം കുംഭം രാശിയിൽ പിറന്ന വ്യക്തികളുടെയും ആഗ്രഹം തന്നെ കടബാധ്യതകളെങ്കിലും ഒന്ന് തീർന്ന് മനസമാധാനത്തോടെ ഇരിക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നുള്ളതാണ്. എന്നാൽ നിങ്ങൾ ഒന്ന് ചിന്തിക്കുമ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു മാർഗങ്ങളും നിങ്ങളുടെ മനസ്സിൽ തെളിയുന്നുമില്ല. ഇതിൽ പല വ്യക്തികൾക്കും ഒരു ജോലി പോലുമില്ലാതെ ജീവിതം ദാരിദ്ര്യം നിറഞ്ഞ അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ജോലിയുള്ളവർക്കാകട്ടെ ആ ജോലിയിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു മേൽഗതിയും ഉണ്ടാകുന്നതുമില്ല. എന്നാൽ നിങ്ങൾ ജീവിതത്തിൽ ഇതുവരെ ചെയ്തിരുന്ന പരിശ്രമങ്ങൾക്കും നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കഠിനാധ്വാനത്തിനും തക്കതായ ഒരു ഫലം നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങളായി തന്നെ കാണുവാൻ കഴിയുന്ന സമയമാണ് ഇത്. പ്രത്യേകിച്ച് ജൂൺ 29 ഞായറാഴ്ച സൂര്യഭഗവാന്റെ കടാക്ഷം നിങ്ങളിലേക്ക് വരുന്ന ഈ ഒരു സമയത്ത് ഇതുവരെ നിങ്ങളെ ബാധിച്ചിരുന്ന പല കാര്യതടസ്സങ്ങളും നീങ്ങി നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നേട്ടങ്ങൾ പ്രദാനം ചെയ്യുന്ന ചില കാര്യങ്ങൾ സംഭവിക്കും. ഇതിൽ അവിട്ടം, ചതയം, പൂരുരുട്ടാതി എന്നിങ്ങനെയുള്ള 3 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളിലും ഭൂരിഭാഗം ആളുകളും ജീവിതത്തിൽ ഒരു സമാധാന വാക്ക് പറയുവാൻ പോലും ആരുമില്ലാത്ത, ശരിക്കും പറഞ്ഞാൽ ഒറ്റപ്പെട്ടു പോയ അവസ്ഥയിൽ ജീവിക്കുന്നവരാണ്. അതായത് ചുറ്റും എല്ലാവരും ഉണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സിലെ സങ്കടങ്ങളെ മനസ്സിലാക്കുവാനും നിങ്ങളുടെ മനസ്സിന് ധൈര്യം പകരുവാനും ആരും തന്നെയില്ല. എന്നാൽ ഈ രാജയോഗം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സ്വയം ആത്മവിശ്വാസം വളരെയധികം നേടിയെടുക്കുവാൻ കഴിയുകയും എല്ലാ കാര്യങ്ങളും വളരെ ചുറുചുറുക്കോടെ ചെയ്തെടുക്കുവാൻ നിങ്ങളാൽ കഴിയുകയും ചെയ്യും. അതായത് ആരുടെയും സഹായമില്ലാതെ തന്നെ നിങ്ങളെ പരിഹസിച്ചവരുടെ മുൻപിൽ തികച്ചും അപ്രതീക്ഷിതമായ ചില വിജയങ്ങൾ നിങ്ങൾ കരസ്ഥമാക്കുവാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ കടം വാങ്ങിയ പണം
തിരികെ നൽകുവാൻ കഴിയാത്തതിനാൽ വളരെ വലിയ രീതിയിൽ മനസ്സിന് മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള ഭാഷയിൽ ചിലർ സംസാരിച്ചതിനാൽ അത്രയധികം മനോവിഷമം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾ ഇന്നത്തെ ഈ അധ്യായം കാണുന്നുണ്ട്. എന്നാൽ നിങ്ങളോട് ഒന്ന് പറയട്ടെ, വളരെ വേഗത്തിൽ തന്നെ നിങ്ങളുടെ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാമ്പത്തിക പ്രതിസന്ധി നീങ്ങുകയും നിങ്ങളുടെ മനസ്സിനെ മുറിവേൽപ്പിച്ചവരുടെ മുൻപിൽ നിങ്ങൾ തലയുയർത്തി നിൽക്കുന്ന ദിവസം ഉടനടി വന്നെത്തുകയും ചെയ്യും. അതുപോലെ തന്നെ പ്രത്യേകിച്ച് വീട് പണിയൊക്കെ തുടങ്ങി വെച്ചിട്ട് സാമ്പത്തിക പ്രശ്നം കൊണ്ട് അതിൻ്റെ പണി പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ കഴിയാതെ പാതി വഴിയിൽ മുടങ്ങിക്കിടക്കുന്ന അവസ്ഥകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികൾക്കും ഈ ഒരു സമയത്ത് ഭാഗ്യത്തിൻ്റെ തുണ നിലനിൽക്കുന്നതിനാൽ തന്നെ തടസ്സങ്ങൾ നീങ്ങി വീട് പണിയൊക്കെ പൂർത്തീകരിച്ച് ഏറ്റവും സന്തോഷത്തോടെ സ്വന്തമായി ഒരു ഭവനമെന്ന സ്വപ്നം തന്നെ സാക്ഷാത്കരിച്ചെടുക്കുവാനുള്ള യോഗവും കാണുന്നുണ്ട്. എന്നാൽ ആരോഗ്യ കാര്യങ്ങളിൽ മാത്രം നിങ്ങൾ അല്പം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. ശ്രദ്ധ കുറവ് കൊണ്ട് ചില ആരോഗ്യ പ്രശ്നങ്ങൾ വരുവാൻ സാധ്യത ഉണ്ട് എന്നുള്ളതൊഴിച്ചാൽ മുഴുവനായി നിങ്ങൾക്ക് ശുഭകരമായ ഫലങ്ങൾ തന്നെയാണ് ഈ ഒരു ദിവസം നിലനിൽക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടും ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള 3 രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിലും സൂര്യഭഗവാന്റെ അനുഗ്രഹം വളരെ വലിയ മാറ്റങ്ങളായിരിക്കും സൃഷ്ടിക്കുന്നത്. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.